നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ വാക്കുതർക്കം. പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് സമർപ്പിച്ച സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളി. സംഘടന ബൈലോ പ്രകാരം 2 സിനിമകൾ മാത്രം നിർമ്മിച്ച സാന്ദ്രയ്ക്ക് പ്രധാന സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന് വരണാധികാരി അറിയിച്ചതോടെയാണ് വാക്തർക്കമുണ്ടായത്. എന്നാൽ 9 സിനിമകൾ താൻ നിർമ്മിച്ചിട്ടുണ്ടെന്നും നടക്കുന്നത് പ്രതികാര നടപടിയാണ് എന്നും സാന്ദ്രയുടെ മറുപടി. പ്രസിഡന്റ്, ട്രഷറർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനങ്ങളിലേക്കായിരുന്നു സാന്ദ്ര തോമസ് പത്രിക സമർപ്പിച്ചത്. പത്രികയുടെ സൂക്ഷ്മ പരിശോധനാ വേളയിലായിരുന്നു വാക്കുതർക്കം. സാന്ദ്ര തോമസ് നൽകിയ പത്രിക തള്ളുന്നുവെന്ന് വരണാധികാരി അറിയിച്ചതോടെയാണ് തർക്കം രൂക്ഷമായത്. ജി സുരേഷ് കുമാർ, ബി രാകേഷ് തുടങ്ങിയവരുമായുള്ള തർക്കം മണിക്കൂറുകൾ നീണ്ടു. സംഘടനാ ബൈലോ പ്രകാരം ഒരു അംഗത്തിന് പ്രധാന സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കണമെങ്കിൽ 3-ലധികം ചിത്രങ്ങളുടെ നിർമ്മാണാവകാശം വേണമെന്ന മാനദണ്ഡം പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സാന്ദ്രയുടെ പത്രിക തള്ളിയത്. തന്റെ ബാനറിൽ സ്വന്തമായി 9 ചിത്രങ്ങളുണ്ടെന്നും നടപടി നീതി നിഷേധത്തിന്റെ ഭാഗമെന്നും സാന്ദ്ര തോമസ് വ്യക്തമാക്കി. ശരിക്കും പറഞ്ഞാൽ മത്സരിച്ച് ജയിച്ച് കാണിച്ചു തരികയാണ് ഇവർ ചെയ്യേണ്ടത്. 9 സിനിമകൾ എന്റെ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിട്ടുള്ള ഒരാളായ എന്റെ ഇവിടെ ഓൾറെഡി ഇവിടുത്തെ അസോസിയേഷന്റെ രജിസ്റ്ററിൽ രജിസ്റ്റേർഡ് ആണ് എന്റെ എല്ലാ സിനിമകളും. എന്നിട്ട് പോലും അതൊന്ന് കാണാൻ പോലും തയ്യാറാവാതെ നോക്കാതെ അദ്ദേഹം റിജക്ട് ചെയ്യാണ് ഉണ്ടായത്. ഇത് തീർത്തും വേദനാജനകമാണ്. മാത്രമല്ല എന്നോടുള്ള ഒരു അനീതിയാണ് ഈ കാണിക്കുന്നത്. അതേസമയം സാന്ദ്രയുടെ ബാനറിൽ 2 ചിത്രങ്ങൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും ഇക്കാരണത്താലാണ് പത്രിക തള്ളിയതെന്നുമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മാസം 14-ന് പുല്ലേപ്പടിയിലെ ഓഫീസിൽ വെച്ചാണ് തിരഞ്ഞെടുപ്പ്. 24 കൊച്ചി.